കഴിഞ്ഞ ദിവസമേ ഞങ്ങൾ തൊടുപുഴയിൽ പോയി വന്ന സമയത്ത് നല്ല നാടൻ കപ്പിരിക്കാൻ കേട്ടാ. അപ്പം എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞേ ഒരു കാര്യം ചെയ്യണേ, നമുക്ക് കടയിലേക്ക് വേണ്ടിയിട്ട് കപ്പ മേടിക്കുക കുറച്ചധികം തന്നെ, എന്നിട്ട് പോട്ടിക്കറിയും വെക്കാം കപ്പപ്പുഴുക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് കടയിൽ പോകുമെന്ന്. ഇപ്പം എന്നോട് പറഞ്ഞു അതൊക്കെ പൊയ്ക്കോളും എന്ന് പറഞ്ഞു, പോട്ടിക്കറിക്ക് അധികം വില ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി അങ്ങനെ ആണെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞ് കുറച്ചധികം കപ്പ മേടിച്ച്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, മറ്റേ ബീഫ് കൊണ്ട് നിൽക്കാനത് പോട്ടിയും മേടിപ്പിച്ചിട്ടാ. അപ്പം അങ്ങനെ ഞങ്ങൾ പോട്ടിക്കറിയും കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി കടയിൽ കൊടുത്തു. അപ്പം ഈ ഒരു പോട്ടിക്കറി ഉണ്ട് ഞാൻ വെച്ച് കൊടുത്തത്. പിന്നെ ആയിക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെയാണ് തന്നത്. പക്ഷേ എങ്കിൽ പോലും നന്നായിട്ട് നമ്മളും ക്ലീൻ ചെയ്യണം കേട്ടോ, എന്നാലും ഇതിൻ്റെ അഴുക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ ഒരു 3 കിലോ പോട്ടേണ്ട ആൾ കൊണ്ടുവന്ന് തന്നത്. ഞാനപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ പച്ചമുളക് ഇടന്നേട്ടാ. അപ്പം അത് അരിയണ്ടെന്ന് വെച്ചാൽ നെട്ടൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത്. എന്തായാലും പോട്ടിക്ക് നല്ല വേവുണ്ടല്ലോ, പച്ചമുളക് അതിൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കൾ, അരിയണ്ടേയും പാടുപെടണ്ടല്ലോ. അങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെച്ചെടുക്കാം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് അനിയത്തി ഒരു തേങ്ങ ചിരകി തന്നിട്ട്. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് ഓർത്ത്, പിന്നെ ഓർത്തേ വേണ്ട ഫുള്ള് ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ വില ഓർത്തിട്ടാണ് ഞാൻ ഒന്ന് പിശിക്കിയത്. പിന്നെ ഓർത്ത് വേണ്ട ആ ഫുള്ളും കിടക്കട്ടെ, എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ചിരകിയല്ലേ എന്നോർത്ത്. പിന്നെ എന്ത് ചെയ്തെന്ന് അറിയാമോ, ഒരു തുടം വെളുത്തുള്ളിയും പെരിഞ്ചീരവും ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഒട്ടും വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല. തേങ്ങയുടെയൊക്കെ വെള്ളമൊക്കെ വറ്റി ഒരു പിശറ് പോലെ ആയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു പോട്ടിക്കറി വെക്കണതേ തലേ ദിവസം ഉണ്ട്. കാരണം എന്താണെന്നറിയാമോ, രാവിലെ തുടങ്ങി അപ്പം പുട്ടിനൊക്കെ ആൾക്കാർ വാങ്ങിച്ചോളല്ലോ. പിന്നെ ഇവിടെ നിൽക്കുന്ന ചേച്ചിയും പറഞ്ഞ് തലേ ദിവസം വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ തന്നെ വെക്കാമെന്ന് ഞാനും വിചാരിച്ച്. അപ്പം തേങ്ങ ഇതേപോലെ മുരിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, പോട്ടിക്ക് ഒന്നാമത്തെ നെയ്യണം, അതിൻ്റെ കൂടെ കുറേ വെളിച്ചെണ്ണ വെച്ചിട്ട് കാലല്ല. അല്ലാണ്ട് വെളിച്ചെണ്ണക്ക് വില കൂടിയിട്ടൊന്നും അല്ല കേട്ടോ, വെളിച്ചെണ്ണ കുറച്ചൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അയമോദം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി മുളക് പൊടിനെക്കാട്ടെ ഇരട്ടിച്ച് വേണം ഈ ഒരു ഇതിന് എന്താ പറയേണ്ടത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിളക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഞാനോർത്തു അയ്യോ മെയിൻ സാധനം കുരുമുളക് പൊടി ഇട്ടില്ലല്ലോ. എന്നാൽ പിന്നെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. അപ്പം നോക്കുമ്പോഴേ എൻ്റെ അനിയത്തിൽ ഒരു കമൻറ്റ്, വേറെ ഒന്നും താനെന്താണ് ഇതിൽ കൊണ്ട് അയമോദ് കിട്ടത്, ആരെങ്കിലും ഇടോടോ അയമോദ്. ഞാൻ പറഞ്ഞേടി ചില ആൾക്കാർ പോട്ടി കൂട്ടിയ ഗ്യാസ് ഉണ്ടാവും, അതേപോലെ വയറിന് പിടിക്കൂല. പിന്നെ അതേപോലെ തന്നെ ഈ പോട്ടിക്കൊരു മണമുണ്ട്, അതൊന്നും ചില ആൾക്കാർക്ക് പിടിക്കില്ല. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അയമോദ് കിട്ടുകയെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അത് ശരിയാണ്ടാ, നല്ലതായിടണേന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ നേരത്തെ അറിവൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ പെരുംജീരകത്തിൻ്റെ പൊടിയുടെ ചെപ്പ് നോക്കി നടന്ന സമയത്താണ് അയമോദകത്തിൻ്റെ ചെപ്പ് കിട്ടിയത്. എന്നാൽ പിന്നെ അതിന് കുറച്ച് അയമോദകം ഇതിലേക്ക് ഇട്ട് കൊടുത്താലോ, വയറൊന്നും നല്ലതല്ലാന്ന് ഓർത്ത് ഇട്ട് കൊടുത്താണ്. പിന്നെ നമ്മുടെ ചേച്ചിയും കൂടെ അത് ശരി വെച്ചപ്പോൾ എനിക്ക് സമാധാനമായി. തേങ്ങ വറുത്തതേ മിക്സിയിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടോടുകൂടി ഒന്ന് അടിച്ചെടുക്കല, ഇച്ചിരി തണുത്തിട്ട് അടിക്കുള്ളൂ കേട്ടോ. ആ ഒരു ഉരുളിയിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചേച്ചിനോട് ഞാൻ പറഞ്ഞേ 2-3 സവാള അരിഞ്ഞരുമെന്ന് വെച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 1 സവാള അരിഞ്ഞ് വെച്ചേക്കണ്. ഈ ഒരു കറിക്ക് എന്തിനാ ഇത്രപ്പുറത്ത് സവാള എന്ന് ഓർത്ത് ഞാനതിന്ന് കുറച്ച് സവാള എടുത്തിട്ട്, ഏകദേശം ഒരു 4 കൈയല്ലേ എൻ്റെ കൈ, 4 കൈ സവാള എടുത്തിട്ട് ഇട്ട് കൊടുത്തത്. ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് ഇതേപോലെ വഴണ്ട് വന്നപ്പോഴേക്ക് ഇതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി സവാളയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. സത്യം പറഞ്ഞിട്ടേ ബോട്ടിക്കറിയൊക്കെ വെക്കണ സമയത്തില്ലേ കൂടുതൽ വെളിച്ചെണ്ണ വേണം. കാരണം തേങ്ങ വറുക്കുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്താൽ മാത്രമേ അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കാണ്ടല്ല അരച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളുടെ ബോട്ടിക്കറിയുടെ കളർ വ്യത്യാസം വന്നിട്ട് ബോട്ടിക്കറി വല്ല തീയലിൻ്റെ കളറായി പോകും. അപ്പം ഞാൻ നോക്കുമ്പോഴേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിലല്ലേ തേങ്ങ വറുത്തെടുത്തത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്യുമോ, അങ്ങനെ വെള്ളം ചേർക്കാനും പറ്റൂല, ബ്രൗൺ നിറത്തിൽ ഇട്ടേഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, തേങ്ങ അങ്ങനെ പൊടിച്ചെടുത്ത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കില്ലേ ആ കളർ വ്യത്യാസം വരില്ല, ആ കളറിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ആ സവാളയുടെ ഒപ്പിട്ടിട്ടേ നന്നായിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുത്തു. അപ്പോൾ നോക്കുമ്പോഴേ നമ്മുടെ കളറിലൊന്നും വ്യത്യാസം വന്നില്ല. ആ ഒരു അരപ്പ് അരച്ചെടുക്കണം, ആ ഒരു കളറിൽ തന്നെ നമുക്ക് ഈ ഒരു അരപ്പും കിട്ടിയിട്ടാ. അങ്ങനെ ഞാൻ അത് വറുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്. എങ്ങനെയുണ്ട് മോളെൻ്റെ ട്രിക്ക്? അല്ലാണ്ട് വെളിച്ചെണ്ണക്ക് വില കൂടി ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ പോട്ടിക്ക് നല്ല നെയ്യ് ഉണ്ടാവും. പിന്നെ അധികം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തവരുടെ കൊളസ്ട്രോളോ എന്തെങ്കിലുമൊക്കെ വരും. ഇപ്പം നോക്കുമ്പോഴേ ഈ വെളിച്ചെണ്ണക്ക് വില കൂടിയത് കൊണ്ടിട്ടേ
മിക്ക വീടുകളിലും കൊളസ്ട്രോളൊക്കെ കുറവായിരിക്കും കേട്ടോ, കാരണം എല്ലാവരും എന്നെ പോലെ പിശുക്കികളായിരിക്കും. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോ നമ്മുടെ ആ ബോട്ടിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കറി വെച്ച് വെച്ചതില്ലേ വൈകുന്നേരമാണെന്ന്. ഞാൻ മാത്രം ഇങ്ങനെയൊക്കെ പറയുള്ളെന്ന് തോന്നാണ്ടാ, വേറെ വല്ല കടക്കാരൊന്നും പറയുന്നില്ല. വേറെ വല്ല കടക്കാരൊക്കെ എൻ്റെ വീഡിയോ കാണാനാണ് പറയും, ഇപ്പം ഞാൻ വേറെ പ്രാന്തണ്ടാ ഈ തലേദിവസം വെച്ച കാര്യമൊക്കെ പറയാനായിട്ട് എന്നേ പറയുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനായിട്ട് ഞാനങ്ങനെ പറഞ്ഞു പോയതല്ല, പറഞ്ഞതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇങ്ങനെയുള്ള കറികളൊക്കെ അങ്ങനെ വെക്കണം, അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ ആരെന്തെങ്കിലും പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഈ കറിയിലൊന്നും മല്ലിയിലൊന്നും ചേർക്കാറില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ചേച്ചി പറഞ്ഞ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് പറയും. എന്നാൽ പിന്നെ പഴമക്കാർ പറഞ്ഞതല്ലേ അത് പുറന്തള്ളണ്ടെന്നും പറഞ്ഞ് ഞാനതിൽ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കഥ പറയട്ടെ. ഞാൻ വേറെ ഒന്നല്ല കേട്ടോ, പൊട്ടിക്കറി കപ്പ ഉണ്ടാക്കി. കപ്പ ഒരു 3 പ്ലേറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം പോയിട്ടോ. ബാക്കിയുള്ള 3 പ്ലേറ്റ് അനിയത്തിയും കൊണ്ടേ അവിടെ നിന്ന് ചേച്ചിയും കൊണ്ടേ. പിന്നെ പൊട്ടിക്കറി എന്ന് പറഞ്ഞ സാധനം തീർന്ന് പിന്നെ ഞാൻ ഇന്നും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ നല്ലോണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. നമ്മുടെ അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ കഴിക്കാൻ വന്നിട്ടേ ആ ഓട്ടോറിക്ഷക്കാരൻ കഴിച്ചിട്ട് ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോയി പറഞ്ഞ്, എവിടത്തെ ഓട്ടോറിക്ഷക്കാരനാണെന്നറിയുമോ, കാക്കനാട് എങ്ങാണ്ടുള്ളത്. അവിടെ നിന്ന് 2-3 ഓട്ടോറിക്ഷക്കാർ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നതെന്നും പറഞ്ഞ് വന്ന് കഴിച്ചായിരുന്നു. അപ്പോൾ എപ്പോഴും ഉണ്ടാവുമെന്നൊക്കെ ചോദിച്ചിട്ടാ പോയത്. ഞാൻ പറഞ്ഞാൽ ഉണ്ടാവും എന്ന് പറയും. പൊട്ടിക്കറി നിർത്തൂല, പൊട്ടിക്കറി എല്ലാ ദിവസവും ഞാൻ വെക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മിക്ക കടകളിലും ഒരു പ്ലേറ്റിന് 80-90 വെച്ചിട്ടാണ് വാങ്ങിക്കണത്. ഞാൻ എൻ്റെ കടയിൽ കൊടുത്തത് ഒരു പ്ലേറ്റിന് 70 രൂപ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ തള്ളലും ഉന്തലൊക്കെ കുറച്ച് അധികം തന്നെ കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ട്, കാരണം ലെങ്ത്തുള്ള വീഡിയോ ആണ് ഇന്ന് വന്നേക്കണത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.